ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന് നാട് മുഴുവനും പറഞ്ഞ് പരത്തുകയാണ്. റബ്ബേ, സഹാബത്ത് മുഴുവനും വിശ്വസിക്കുകയാ, സഹാബത്ത് മുഴുവനും വിശ്വസിക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സർവ്വ സ്ഥലങ്ങളിലും സഹാബത്ത് ഒരുമിച്ച് നിന്ന് ചർച്ചയാണ്. അല്ലാഹുവിന്റെ റസൂല് കേട്ട് കേട്ട് മടുത്തു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ, നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക. ആയിഷ, ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയുകയാണ്, കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിലേക്കൊന്ന് മാറി നിൽക്ക. ആയിഷ, ആയിഷ ബീവിയുടെ ഹൃദയം തകർന്നു പോവുകയാണ്. സഹിക്കാൻ കഴിഞ്ഞില്ല. വീടിനകത്തിരുന്ന് വല്ലാതെ കരയുകയാ. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ബാബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവി ഓടി ചെന്നിട്ട് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാനിങ്ങനെ തെറ്റ് ചെയ്യുമോ? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? ഇവര് മുഴുവനും പറയുന്നത് കള്ളപ്പാവാ. തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷ എന്ന പൊന്നുപോട് കരയുമ്പോ അബൂബക്കർ തങ്ങളെ പറഞ്ഞു, ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല. ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല. വാപ്പയും കൈയടിഞ്ഞു. ഉമ്മയുടെ മുന്നിലേക്ക് ഓടുകയാണ്. മക്കളുടെ കണ്ണ് നിറയുന്നത് സഹിക്കൂലല്ലോ. ഉമ്മയുടെ മുന്നിലേക്ക് ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. ആയിഷ അവിടെയും പറഞ്ഞു, ഉമ്മ ചെയ്തില്ല, ഉമ്മ, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്യൂല, ഞാൻ ചെയ്തിട്ടുമില്ല. ഇവര് മുഴുവനും തെറ്റിദ്ധരിച്ചിരിക്കുകയാ. അല്ലാഹുവേ, ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുമ്പോ പെറ്റ ഉമ്മ പോലും പറയുന്നു, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ. വാപ്പയുമ്മയും കൈയിഴഞ്ഞു, വാപ്പയും കൈയിഴഞ്ഞു. ഒരു നാട് മുഴുവനും വ്യഭിചാരി എന്ന് മുദ്രകുത്തുകയാ. പക്ഷേ ആ 16 വയസ്സുകാരി പതറിയില്ല. 14 വയസ്സാണെന്ന് പ്രായം. അവള് തൂങ്ങാൻ തയ്യാറെടുത്തില്ല, വിഷമെടുത്ത് കുടിച്ചില്ല, നരമ്പ് മുറിച്ചില്ല, ഭിത്തിയിൽ തലയിട്ടിട്ട് ഇടിച്ചട് ചാവാ നിന്നില്ല. ഏതെങ്കിലും വെള്ളത്തിൽ പോയി ചാടിയിട്ട് ചാകാ തയ്യാറായില്ല. വീടിനകത്ത് കയറുകയാണ്. വീടിനകത്ത് കയറി ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാ. 15 ദിവസം കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞു. 16ാമത്തെ ദിവസം സുബഹി കഴിഞ്ഞപ്പോ ആയിഷ ബീവി നോക്കുമ്പോഴത് അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് കയറി വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിക്ക് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടുകയാണ്. ഓടി ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ പെണ്ണ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. ജിബ്രീൽ വന്നു നബിയേ. ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്ന ആയിഷ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയ ആയിഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കുറപ്പായിരുന്നു നബിയേ, ഖുർആനിൽ ആയത്ത് വരുമെന്ന്. 7 ആകാശം കടന്ന് ജിബ്രീൽ ഇറങ്ങി വന്നു എന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആ 14 വയസ്സുകാരിയുടെ ഉറപ്പ് കണ്ടിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ, എങ്ങനാ ആയിഷ ഇത്ര ഉറപ്പെന്തേ ആയിഷ? ഖുർആൻ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ വരുമെന്ന്, അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, നബിയേ, ഈ 15 ദിവസം നിസ്കാരപ്പായിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ, ഒരേ ഒരു ദിക്റാ. ആ ദിക്ർ പറഞ്ഞിട്ടാ പിടിച്ചു നിന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് ദിക്റാ ആയിഷ, ഏത് ദിക്റാ ആയിഷ? ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ പറയാ പഠിച്ചു വെച്ചോ ചെറുപ്പക്കാരോ, പറയാ പഠിച്ചു വെച്ചോ പെങ്ങളോ,
ആര് കളിയാക്കട്ടെ, ആര് പരിഹസിക്കട്ടെ, ഇല്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിക്കട്ടെ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിട്ട് എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? അള്ളാന്റെ റസൂല് പറയുകയാ, ആയിഷാ ബീവി പറഞ്ഞു കൊടുത്തു, നബിയേ ഏത് ദിക്റെന്നറിയുവോ, ഏത് ദിക്റെന്നറിയുവോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നിസ്കാരപ്പായിരുന്നിട്ട് രണ്ട് കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തിയിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാ, ആര് കളിയാക്കിയാല് എനിക്കൊന്നുമില്ല പടച്ചവരെ, ആര് കളിയാക്കിയാലും എനിക്കൊന്നുമില്ല, പക്ഷേ നിന്നെ എനിക്ക് വേണമല്ല, നീയല്ലാതെ എനിക്കാരുമില്ല, എന്നെ സഹായിക്കണേ അല്ലാ. ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ. എന്റെ പെങ്ങളെ പഠിച്ചു വെച്ചു, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ അല്ലാഹു തരുമ്പോ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞ നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ പഠിച്ചു വെച്ചോ. ജീവിതത്തിൽ താങ്ങാൻ കഴിയാ, ചാകണമെന്ന് തോന്നുന്നതിന് മുമ്പ്, കയറെടുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം പറഞ്ഞു നോക്ക്, കയറ് വലിച്ചെറിയാൻ തോന്നും. അള്ളാഹു നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണം തരുമ്പോ ഇത് അള്ളാന്റെ തീരുമാനമാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതിനർത്ഥം വേറെ രീതിയിൽ ആരും ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുക. എത്ര ഞാൻ പറഞ്ഞല്ലോ, എന്നെ കാണുന്ന രീതിയിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, കച്ചവടമൊക്കെ വളരെ നഷ്ടത്തിലാണ് നബിയെ, കച്ചവടമെല്ലാം വല്ലാത്ത നഷ്ടത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? നബിയെ, എനിക്കൊരുപാട് കച്ചവടമൊക്കെ നഷ്ടത്തില്ല, ഞാൻ കടക്കാരനായി മരിച്ചു പോകുമെന്ന് ഭയക്കുന്ന നബിയെ, അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. അല്ലാഹുവിന്റെ റസൂൽ 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ജീവിതത്തിൽ ചെയ്, നിന്റെ കടം മാറും, നീ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 2 കാര്യം ഞാൻ പറഞ്ഞു തരാം, മനസ്സുണ്ടെങ്കിൽ ചെയ്. കടമുണ്ടോ? മാറിയിരിക്കും. നിനക്ക് കടമുണ്ടെങ്കിൽ അല്ലാഹു മാറ്റിത്തരും. കടക്കാരനായി മരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം കടക്കാരനായി മരിച്ച എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അവന്റെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പാടില്ല എന്നാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മരണത്തെ തൊട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു 2 കാര്യം പറഞ്ഞുതരാം, എന്ന് ചെയ്തൂടെ? എന്താപ്പാ ചിലര് പറയണത്, പിന്നെ എനിക്ക് 5 പൈസ കടവില്ലല്ലോ. പാപ്പ, നിന്നെ ഈ പള്ളിയുടെ മുന്നിൽ വെള്ളിയാഴ്ച കൊണ്ടിരുത്താൻ അള്ളാന് കൂടുതൽ സമയമൊന്നും വേണ്ട. എമ്പായം പള്ളിയുടെ മുന്നിൽ നിന്റെ ഭാര്യയെ തോർത്തും പിടിച്ചിട്ട് രോഗിയാ ഒന്നും ഇല്ല തരണേ എന്നിരുത്താൻ കൂടുതൽ സമയമൊന്നും വേണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. 2 നിസാരമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കെന്ന് പറ. 1, ഇങ്ങോട്ട് നോക്കിക്കോ, കടം മാറാനുള്ള വഴി. 1, നീ നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി, വെമ്പായത്ത് വന്നു, കച്ചവടത്തിന് വന്നു, അല്ലെങ്കിൽ ജോലിക്ക് വന്നു. ഈ ജോലിയെല്ലാം കഴിഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വീടിന്റെ കവാടത്തിൽ ആദ്യം കാണുന്ന മനുഷ്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പറഞ്ഞ നിന്റെ കടം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തു പറഞ്ഞാ മതി? സലാം. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. പള്ളി വരും, ഉസ്താനോട് പറയും, മോദി സാഹിബോട് പറയും, കാണുന്നവനോടും പോന്നവനോടും റോഡെ വരുന്നവനോടും പോന്നവനോടും എല്ലാം സലാം പറയും. എന്നാ ഭാര്യയോട് പറയില്ല. നാണവ നമ്മൾ പലരും. അപ്പൊ ഈ വയത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് പഠിച്ചവനെ, അല്ലാഹുവേ ഒരുപാട് കടവുണ്ടല്ലോ, വയത് കഴിഞ്ഞ് വീട്ടിൽ 10:30 പോയി, ഭർത്താവ് പിന്നെ വയലൊന്നും കേൾക്കൂല, ഓൻ വലിയ ആളല്ലേ, മലക്കല്ലേ, വീട്ടിൽ ഇരിക്ക. ഭാര്യ ചെന്നിട്ട് ബെല്ലടിച്ചു, ഭർത്താവ് വന്ന് വാതില് തുറന്ന ഉടനെ ഈ താത്ത വെളിയിൽ നിന്നിട്ട് പറയും, അസ്സലാമു അലൈക്കും. നാണം കുടുങ്ങിയിട്ടാ പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങാരി വിചാരിക്കുക അല്ലാഹ് ശൈത്താൻ എങ്ങാണ്ട് കൂടിയിട്ടുണ്ട്, റബ്ബേ രാവിലെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. ഇതാവസ്ഥ. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾ പറഞ്ഞാലും ഭാര്യ അങ്ങനെ ചിന്തിക്കാം. പല ചരട് ഓതിക്കെട്ടണം, കാരണം കൂടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ എന്താ അവസ്ഥ? എന്റെ സഹോദരങ്ങളെ, കടം മാറണമെങ്കിൽ 1, നീ നിന്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോ നിന്റെ ഭാര്യയോട് നിന്റെ കുടുംബക്കാരോട് സലാം പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ?
വീടിനകത്ത് കയറി കട